ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്. സോ ഇപ്പോൾ മോർണിംഗ് 10 o'clock ആയിട്ടോ. എനിക്ക് നല്ല ലേറ്റായി. സോ ഇന്നത്തെ ഷോയിൻ്റെ ഒരു ടയർഡാണ്. പിന്നെ ഈവനിങ് നമ്മൾ നേരെ പോകുന്നത് ഷോയ്ക്കാട്ടോ. ഷോ ഇവിടെ അല്ല, KGF ലാണ്ടോ. സോ KGF പോകുന്ന ഫുൾ ഡീറ്റെയിൽസ്, നമ്മൾ ഡ്രൈവിങ്, നമ്മൾ പോകുന്ന റൂട്ട്, ഫുഡ് എല്ലാം ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് ഫ്രഷ് അപ്പ് ആയിട്ടോ. ഇനി അടുത്ത് നമുക്കൊന്ന് കുറച്ച് മീറ്റിംഗ് ഉണ്ട്. സോ അങ്ങോട്ട് പോകാം. ലെറ്റ്സ് ഗോ. യെസ്, സോ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ മെസ്സി ടേബിളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഏതാ നമുക്ക് ടൈമില്ല കേട്ടോ. നമ്മൾ പോയിട്ട് വന്നിട്ട് നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ തിങ്സ് ടു പാക്ക് എല്ലാം ഞാൻ കാണിച്ചു തരാം. അത് നമുക്കൊന്ന് മൈക്ക് എടുത്തിട്ട് നമുക്ക് മൈക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. യെസ്, നമ്മുടെ അജു എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ക്യാമറയിൽ എത്ര ചാർജ് ഉണ്ട് നോക്കാം. എന്തായാലും നമുക്ക് ഈവനിങ് ഇറങ്ങേണ്ടതാണ്. അപ്പോൾ നമുക്ക് ചാർജും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാം. പിന്നെ ഞാൻ എന്തിനാ ഇപ്പോൾ ഈ ടൈം ആയതിൻ്റെ ഇടയിൽ കൂടെ ഇതൊക്കെ ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. എന്നാലും ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കാൻ പോകുന്നതിൻ്റെ ഉള്ളിൽ. അപ്പോൾ എന്തായാലും ഞാൻ ഈവനിങ് വന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞങ്ങളൊന്ന് ഷെയർ ചെയ്യാം. ഇതിനകത്ത് എന്തൊക്കെ എടുക്കണം എന്നുള്ളത്. പിന്നെ ഞാൻ എണിച്ചിട്ട് പോകാൻ നിൽക്കാന്ന് പറയുമ്പോഴേക്കും അജു കയറിയിരുന്നു. പിന്നെ അവൻ്റെ എഡിറ്റിംഗ് തുടങ്ങിയിട്ടോ. അപ്പോൾ കുറച്ച് നേരം എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കാറൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് നേരെ വണ്ടി എടുത്ത് നമുക്ക് നേരെ പോകാം കേട്ടോ. അപ്പോൾ ഇനി നേരെ ആഷിക്കിനെ പിക്ക് ചെയ്യാം. സോ നമുക്ക് ആഷിക്കിൻ്റെ കടയിലോട്ട് പോകാം. ആഷിക്കിൻ്റെ കട ലക്സ് കട്ടാണ്. സോ ലക്സ് കട്ടിൽ ഇന്ന് അവൻ ലീവാണ്. സോ ഞാൻ അവനെ വിളിച്ച് അവൻ കട്ട് ചെയ്യാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ അവനെ നമുക്ക് ആദ്യമേ പിക്ക് ചെയ്തിട്ട് നേരെ നമുക്ക് ലക്സ് കട്ട് സലൂണിലോട്ട് പോകാം. ആഷിക്ക് നമ്മുടെ വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ആഷിക്കിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ അവൻ്റെ സ്വന്തം സലൂണിലോട്ട് പോകാം. ലക്സ് കട്ട്. ഇത് കുരുടിക്കാട് റോഡാണ് കേട്ടോ. കുരുടിക്കാട് നേരെ പുതുശ്ശേരി ചന്ദ്രനാർ വഴി നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ ഓവർ ബ്രിഡ്ജ് വരുന്നതുകൊണ്ട് ഫുൾ റോഡ് ബ്ലോക്കാണ്. പിന്നെ വൺ വേ ആണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ടൗണിലോട്ട് എത്തിയിട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ആദ്യം പറഞ്ഞ പോലെ നമുക്ക് 2 ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ 2 പേരെ നമുക്ക് പോയി കാണാം ആദ്യം. എന്നിട്ട് നമുക്ക് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഹെയർ കട്ടെല്ലാം ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആഷിക്കിനെ ഇവിടെ ഇറക്കി വിട്ടു. ആഷിൻ്റെ ഷോപ്പ് അതാണ് കേട്ടോ, ലക്സ് കട്ട് കാണുന്നത്. എന്നാലും നമ്മൾ പോയിട്ട് വന്നിട്ട് ഓക്കെ ബൈ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാൻ പോകാം. അപ്പോൾ നമ്മൾ ഏതായാലും ഫസ്റ്റ് ക്ലയൻറ്റിനെ കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് അത്രത്തോളം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു പ്രോഗ്രാം ഡ്രോപ്പ് ചെയ്യാണ്. നമ്മൾ സെക്കൻഡ് ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാൻ പോയി. സോ അവർ സോ കൈൻഡ് ആൻഡ് ഫ്രണ്ട്ലി. സോ അവരുടെ വീട്ടിലോട്ട് പോയി നമ്മൾ നേരെ. സോ നമുക്ക് പ്രൈവസി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമ്മൾ അകത്തുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഷെയർ ചെയ്യുന്നില്ല. സോ ഏതായാലും അത് കഴിഞ്ഞിട്ട് കാണാം. പ്രോഗ്രാം കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ആഷിക്കിനെ ഇറക്കി വിട്ടിട്ട് ഇപ്പോൾ വരാമെന്നുകൊണ്ട് വന്നാണ്. അവൻ കുറേ കോൾ ചെയ്തു. നമ്മൾ കുറച്ച് വൈകിയായിരുന്നു. നമ്മൾ ഫസ്റ്റ് പോയവിടത്തിനെ കുറച്ച് ഡിലേ ആയി. പിന്നെ ഇപ്പോൾ പിന്നെ വീണ്ടും കുറച്ചും കൂടെ ഇവിടെയും ഡിലേ ആയി. വീട്ടിലോട്ട് പോയി കുറച്ച് കാര്യം ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് കുറച്ച് വലിയ പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് എന്തായാലും എൻ്റെ കൺസേൺ ഉണ്ടാവും. സോ എന്തായാലും നമ്മൾ ഡയറക്റ്റ് പോകുന്നത് കുറച്ച് ബെറ്റർ ആയിരിക്കും എപ്പോഴും. ഞാൻ എപ്പോഴും ആഷിക്കിൻ്റെ ഷോപ്പിലോട്ട് പോകുമ്പോൾ എപ്പോഴും അവൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലും ബിയേർഡ് ഷേപ്പിംഗ് എല്ലാം ട്രൈ ചെയ്യും. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് എന്താ ട്രൈ ചെയ്യാമെന്ന് പോയി നോക്കാം. ഓക്കെ, ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. യെസ്, ഏതായാലും ഇപ്രാവശ്യം അവൻ എനിക്ക് 2-3 സ്റ്റൈല് സജസ്റ്റ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ആ ഒരു ഹെയർ സ്റ്റൈലിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഹെയറൊക്കെ പിന്നെ നമുക്ക് ബിയേർഡും അതുപോലെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഏതായാലും നമ്മൾ കളറൊക്കെ അടിച്ചത് ഏകദേശം ഒന്ന് കട്ട് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. സോ സെറ്റല്ലേ. അപ്പോൾ എൻ്റെ ലുക്ക് ഏതായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് നേരെ അജുവും കയറിയിരുന്നു കേട്ടോ. അവരും കുറച്ച് ഹെയർ കട്ടും ഹെയർ സ്റ്റൈലൊന്നും ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ് നേരെ നമുക്കൊന്ന് ഫുഡ് അടിക്കാൻ പോകാം. അപ്പോൾ നമ്മൾ നല്ലൊരു ഹോട്ടൽ നോക്കുകയാണ് ഫുഡ് അടിക്കാൻ പോകാൻ. നമ്മൾ ഏതാ മന്തി വേണോ അതോ ബിരിയാണി വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ആക്ച്വലി നമ്മൾ 2 ദിവസം മന്തിയെന്ന് വെച്ചത്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും നമ്മൾ പാലക്കാട് ബെസ്റ്റ് ബിരിയാണി സ്പോട്ടായ NMRലോട്ട് പോകാം കേട്ടോ. നമ്മൾ നേരെ അപ്പോൾ NMR എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ അകത്ത് പോയിട്ട് ഫുഡ് ഓർഡർ കൊടുക്കാം. അപ്പോൾ ഞാൻ ഏതായാലും NMR സ്പെഷ്യൽ ബിരിയാണി പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞത് ഒരു ബീഫ് ബിരിയാണിയും ഒരു തലശ്ശേരി ബിരിയാണിയും. അപ്പോൾ ഏതായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാലക്കാടൻ സ്പെഷ്യൽ NMR ബിരിയാണി. അപ്പോൾ നല്ല ചൂടോടെ നമ്മുടെ ചിക്കൻ പീസൊക്കെ നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഏതായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. അവരേതായാലും തലശ്ശേരിയും പിന്നെ ഒരാൾ ബീഫാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് സാലഡ് വന്നു. സോ ടേസ്റ്റ് വൈസ് അടിപൊളിയായിട്ടുണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയായിട്ട് നല്ല മസാലയൊക്കെ ആയിട്ട്. സോ അവിടുത്തെ ചേച്ചി നമ്മളോട് ചിക്കൻ ഗ്രേവിയും പിന്നെ അതേപോലെ തന്നെ സാലഡും എല്ലാം അൺലിമിറ്റഡ് ആയിട്ട് എത്ര വേണമെങ്കിൽ എടുത്തോന്ന് പറഞ്ഞിട്ട് ഇട്ട് തരും. നമ്മൾ നേരെ അതൊക്കെ കഴിച്ചിട്ട് ബില്ലൊക്കെ നമുക്ക് പേ ചെയ്തിട്ട് നമുക്ക് നേരെ ഇറങ്ങാം. നമ്മളിപ്പോൾ നേരെ ഉമേഷേട്ടൻ്റെ വർക്ക്ഷോപ്പിലാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ AC-നകത്ത് നല്ല നോയ്സും അതേപോലെ തന്നെ കൂടിയും കുറച്ച് കുറവ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ AC നമുക്ക് ചെക്ക് ചെയ്യാൻ പോയിട്ട് ഗ്യാസും ചെക്ക് ചെയ്ത് നോക്കാം. ഗ്യാസ് എന്തെങ്കിലും കുറവുണ്ടാകുന്നുള്ളത് നമുക്ക് പണി കിട്ടിയത് ഇവിടെയാണ് കേട്ടോ. നമ്മുടെ AC ഫിൽറ്റർ ഫുൾ ചെളിയും പൊടിയും ഡസ്റ്റും പിടിച്ച് അങ്ങനെ ആകെ അലമ്പായി കിടക്കുകയാണ്. നമുക്ക് അതേതരം കഴുകിയെടുക്കാം. കഴുകിയിട്ടൊന്നും പോകുന്നില്ല കേട്ടോ. നമുക്ക് നേരെ ഒരു കാര്യം ചെയ്യണം. നേരെ വർക്ക്ഷോപ്പിനകത്ത് കയറ്റിയിട്ട് എയറെല്ലാം അടിച്ചിട്ട് നമുക്ക് ഈ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കളയാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നേരെ AC-ൻ്റെ ഗ്യാസും കുറവാണ്. ഗ്യാസും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാം. ഗ്യാസ് കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഫില്ലാക്കിയിട്ടുണ്ട്. സോ നിങ്ങളുടെ കാറിലും AC ഇതേപോലെ നോയ്സും അതേപോലെ തന്നെ കൂളിംഗ് കുറവാണെങ്കിൽ ജസ്റ്റ് ഡു ദിസ് 2 തിങ്സ്. എന്തായാലും റിസൾട്ട്
കിട്ടും. നല്ല കൂളിംഗ് കിട്ടും, നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെക്കാളും ഇപ്പോൾ ഒരു 40% എക്സ്ട്രാ ഇപ്പോൾ തണുപ്പ് കൂടുതൽ വരുന്നുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ വീണ്ടും വർക്ക്ഷോപ്പിലോട്ടാണ് വന്നിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് നൈറ്റ് KGF പോവുകയാണ്. അപ്പ് ആൻഡ് ഡൗൺ ഓൾമോസ്റ്റ് 1000+ കിലോമീറ്റർ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും കാർ ഒരു ജനറൽ ചെക്കപ്പ് ചെയ്ത് വെക്കുക. കാരണം ഫസ്റ്റ് ഒന്ന് ഓയിൽ ചെക്ക് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വർക്ക്ഷോപ്പിലോട്ട് പോയപ്പോൾ സോ അവരെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് തന്നു. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പണി കിട്ടണ്ടായിരുന്നു. സോ അത് നമ്മൾ അപ്പോൾ തന്നെ മാറ്റിയായിരുന്നു. അതെന്താ വെച്ചാൽ നമ്മുടെ റേഡിയേറ്റർ പൈപ്പ് ലീക്കായിരുന്നു. അതുകൊണ്ട് തന്നെ കൂളൻ്റ് ഫുള്ള് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ശ്രദ്ധിച്ചില്ല. ആക്ച്വലി നമ്മൾ നല്ലപോലെ ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ നൈറ്റായി, നമ്മുടെ സാധനം ഏകദേശം ഇപ്പോൾ എത്തി, ഇപ്പോഴാണ് മാറ്റുന്നത്. അപ്പോൾ നമ്മളേതായാലും മാറ്റിയിട്ട് നേരെ വീട്ടിലോട്ട് പോയിട്ട് ഇറങ്ങാം കേട്ടോ. കാരണം ഓൾറെഡി ഇപ്പോൾ നമുക്ക് നല്ല ലേറ്റായി. ഓക്കെ, അപ്പോൾ നമ്മൾ ആ വർക്ക്ഷോപ്പിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി കേട്ടോ. സോ നല്ല ഡിലേ ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പൈപ്പ് ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ് ആയിരുന്നു. സോ അതെല്ലാം റീപ്ലേസ് ചെയ്തു. നേരെ നമ്മൾ വീട്ടിലോട്ട് പോകുന്നു, ഫുൾ പാക്ക് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. സോ നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. ആള് വൈബിലാണ് എപ്പോഴും, അജുണ്ട്. ഇനി ഒരാളും കൂടെ പിക്ക് ചെയ്യാണ്ട്. ആക്ച്വലി നമ്മളിപ്പോൾ ഈ പറഞ്ഞ റേഡിയേറ്ററിൻ്റെ പൈപ്പ് മാറ്റിയിട്ട് നമുക്ക് വണ്ടി വഴി വെച്ച് എന്തായാലും പണി കിട്ടിയിട്ടുണ്ടാവും. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ നമ്മൾ പോകുന്ന വഴി അത്രയ്ക്ക് മോശമാണ്. ഞാൻ ഒരു ഏരിയ ഞാൻ അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്ത് കാണിച്ചു തരാം. എത്രത്തോളം ഒരു ഹൊറർ ഫീലിംഗ് ആണ് ആ ഒരു വഴി കൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുക എന്നുള്ളത് ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ ഞാൻ എല്ലാം കൂടെ ഒരു തിങ്സ് ടു പാക്ക് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. ബട്ട് നമുക്കിപ്പോൾ ഒട്ടും ടൈമില്ല. അപ്പോൾ ഞാൻ ഏതായാലും തിങ്സ് ടു പാക്കിൻ്റെ ലിസ്റ്റ് ഞാൻ ഈ സൈഡ് തന്നെ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്തോളൂ. വാട്ട് ആർ ദ തിങ്സ് നീഡ് ടു പാക്ക് ഫോർ എ DJ ഇവൻറ്റ്. ഓക്കെ, സോ നമ്മുടെ മോർണിംഗ് തൊട്ടുള്ള ഓട്ടം എല്ലാം കഴിഞ്ഞു. സോ വീട്ടിലോട്ട് പോയി നമ്മുടെ കാറൊക്കെ റെഡിയാക്കി വീട്ടിലോട്ട് പോയി കുളിച്ച് സെറ്റായി പാക്ക് എല്ലാം കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ 3 പേരുണ്ട്. ഒരാളും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈസ് മൈ ബ്രദർ ആൻഡ് ഹജു ഉണ്ട്. ഇനി ഒരാളും കൂടെ പിക്ക് ചെയ്യാണ്ട്. മെയിൻ ആയിട്ട് ഒരാളാണ്, ആളെ കാണിച്ചു തരാം. സോ ആളെ കോയമ്പത്തൂരിൽ നിന്ന് പിക്ക് ചെയ്യണം. സോ നമ്മളിപ്പോ ഏകദേശം വാളയാറ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കോയമ്പത്തൂർ എത്താൻ ഏകദേശം. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു 350 കിലോമീറ്റേഴ്സ് കൂടെ കവർ ചെയ്യാണ്ട്. എന്തായാലും നമ്മൾ ഏർലി മോർണിംഗ് ആകും അവിടെ എത്താനായിട്ട്. ഇപ്പോൾ തന്നെ സേലത്ത് നമ്മൾ നേരെ ലെഫ്റ്റ് എടുത്തിട്ട് ഒരു ബൈപ്പാസ് ഉണ്ട്. സോ ആ ബൈപ്പാസ് പിടിച്ച് നമുക്ക് നേരെ പോയിന്ന് വെച്ചാൽ നമുക്ക് ധർമ്മപുരി, പിന്നെ അവിടെ നിന്ന് നേരെ നമുക്ക് KGF കയറാം. നമ്മുടെ KGF എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലോട്ട് നമ്മൾ പോകുന്നത്. കോളാർ ഗോൾഡ് ഫീൽഡ് എന്നാണ് ആ ഒരു സ്ഥലത്തിന്റെ പേര്. ഓഫ് കോഴ്സ് യു നോ ദാറ്റ് ദ മൂവി KGF. യെസ്, കോളാർ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലാണ് KGF എന്ന് പറയുന്ന സ്ഥലം ഉള്ളത്. നമ്മുടെ കർണാടക സ്റ്റേറ്റിലാണുള്ളത്. ബാംഗ്ലൂരിൽ നിന്ന് ഓൾമോസ്റ്റ് 100+ കിലോമീറ്റർ അങ്ങോട്ട് ട്രാവൽ ചെയ്യണം. സോ അവിടെ എന്ന് പറയുമ്പോൾ ഒരു ഗോൾഡ് മൈനിങ് ഏരിയ ആയതുകൊണ്ടാണ് ആ ഒരു പേര് വരാൻ കാരണം ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഗോൾഡ് മൈനിങ്ങും അതേപോലത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ള ഒരു ഏരിയ ആണത്. സോ അവിടെ പോയിട്ട് ഞാൻ അവിടുത്തെ ഏരിയ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അഫ്കോഴ്സ് അവിടെ ഒരു കോളേജ് ഉണ്ട്. അത് മലയാളീസ് ആണ് അവിടെ കൂടുതൽ ഉള്ളത്. ഞാൻ ഓൾറെഡി അവിടെ വൺസ് പോയിട്ടുണ്ട്. ബട്ട് ഒന്നും കൂടെ നമുക്ക് ഈ ഒരു ഓണ പരിപാടി ഒന്നുകൂടെ തകർക്കാനായിട്ട് ഒന്നുകൂടെ അവർ വിളിച്ചാണ്. സോ ഒന്ന് പോയിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യാം. സോ ടൈം ഏകദേശം ഇപ്പോൾ 9:40 ആയി. നമ്മൾ അവിടെ എത്തുമ്പോൾ എന്തായാലും ഏർലി മോർണിംഗ് ആവും. സോ നമ്മൾ നേരെ റൂമിൽ പോകുന്നു, ഫ്രഷ് ആവുന്നു, ഒന്ന് ഉറങ്ങുന്നു, ഫ്രഷ് ആവുന്നു. പിന്നെ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. ഇന്ന് ഞാൻ ആക്ച്വലി പ്രിപ്പറേഷനും പിന്നെ തിങ്സ് ടു പാക്ക് എല്ലാം ഒരു പ്രോപ്പർ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കാറിന്റെ ചെറിയൊരു വർക്ക്ഷോപ്പ് ഇഷ്യൂസ് കാരണം അതിൽ കുറെ ടൈം പോകും. പിന്നെ ഞാൻ നാളെ സെറ്റപ്പിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയി കാണിച്ചു തരാം. ക്രൗഡ് എങ്ങനെയാണ്, പിന്നെ ഷോന്റെ വീഡിയോസ് ഞാൻ എന്തായാലും ആഡ് ചെയ്യാം അതിനകത്ത് ലാസ്റ്റ്. നമ്മൾ നയാറിൽ നിന്ന് ഡീസൽ അടിച്ചിട്ടുണ്ട്. സോ ഇനി നെക്സ്റ്റ് നമ്മൾ കർണാടകയിൽ പോയിട്ട് ബാക്കി അടിക്കാം. അവിടെ കുറച്ച് റേറ്റ് വേരിയേഷൻ ഉണ്ട് ഇവിടത്തെക്കാളും. അപ്പോൾ നമ്മൾ കോയമ്പത്തൂരെത്തി നമ്മുടെ ബഡിനെ കൂടെ ഒന്ന് പിക്ക് ചെയ്യാം. നല്ല ബ്ലോക്ക് ഉണ്ട്. സോ ബഡി എത്തിയിട്ടുണ്ട് ഇവിടെ. ആളെവിടെ സ്പോട്ടഡ് ആയിട്ടുണ്ട്. നമ്മളപ്പോ ബാംഗ്ലൂർ പോവാൻ നിക്കാണ്. ബാംഗ്ലൂർ അല്ല, ഗൈസ് നമ്മൾ KGF പോവാൻ നിക്കാണ്. KGF പക്ഷെ കാണാം. ഹബീബി കം സെക്കൻഡ് വ്ളോഗ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നമ്മൾ കോയമ്പത്തൂർ ടീ സ്പോട്ടിൽ കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കോഫിയൊക്കെ കുടിച്ച് കുറച്ച് കേക്കൊക്കെ കഴിച്ചിട്ട് നമുക്ക് മെല്ലെ സ്ഥലം വിടാം. ലാപ്ടോപ്പിന്റെ മേലെ അയക്കണ പിന്നെ പോവില്ല. അപ്പോൾ നമ്മൾ കോഫി കുടിക്കാൻ നിർത്തി അവിടെ തന്നെ നമ്മുടെ സെയിം ഇവന്റിന്റെ വീഡിയോഗ്രാഫേഴ്സിനെ മീറ്റ് ചെയ്തായിരുന്നു കേട്ടോ. സോ അവരെ കണ്ട് കുറച്ച് സംസാരിച്ച് നമ്മൾ നേരെ വണ്ടി എടുത്തു കേട്ടോ. അപ്പൊ നമ്മൾ കോഫിയൊക്കെ കുടിച്ചിട്ട് നേരെ
റൈഡിലോട്ട് ഇറങ്ങി. ബാംഗ്ലൂർ പോകുന്ന വഴി നമുക്ക് ഒരുപാട് ടോളുണ്ട് കേട്ടോ. സോ ടോളുകൾ നമുക്ക് സ്കിപ്പ് ചെയ്യാനൊന്നും വേറെ വഴിയില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു ആനുവൽ പാസ് എടുത്ത് വെക്കുക. അപ്പോൾ ഞാനൊരു ആനുവൽ പാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആക്ച്വലി കുറേ ടോളുകൾ നമുക്ക് വളരെ ലോ റേറ്റിൽ തന്നെ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. ആക്ച്വലി നിങ്ങളെ മോർണിംഗ് തൊട്ട് നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഉള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, ഇതിനകത്ത് DJ എവിടെ, DJ മ്യൂസിക് എവിടെ, ഡാൻസ് എവിടെ, ആ ഒരു വൈബ് എവിടെ എന്നായിരിക്കില്ലേ. ആക്ച്വലി എല്ലാ DJസിൻ്റെ ബാക്കിലും ഇതേപോലെ ഓരോ സ്റ്റോറി ഉണ്ടാവും കേട്ടോ. കാരണം അവരിടുന്ന ഔട്ട്പുട്ടിന് എത്രയോ വലിയ എഫേർട്ട് അവർ ബാക്ക്ഗ്രൗണ്ടിൽ ഇടുന്നുണ്ടാവും. പക്ഷെ അതൊന്നും നമ്മൾ ഒരിക്കലും കാണില്ല. അപ്പോൾ എൻ്റെ കഥയൊക്കെ കേട്ട് എല്ലാവരും നല്ല ഉറക്കം കേട്ടോ. ഞാൻ നല്ല പാട്ടൊക്കെ ഇട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവാണ്. ഇപ്പോൾ എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരൊക്കെ പോകുന്ന വഴി നമ്മൾ എപ്പോഴും കാണുന്ന ഒരു വിൻഡ് മില്ലിൻ്റെ ഒരു ടർബൈൻ ബ്ലേഡാണ് കേട്ടോ. ഇതൊക്കെ എന്തോരം വലിപ്പമുള്ളേ. റോഡ് സൈഡിന് കുറേ നമ്മൾ നിർത്തിയിട്ടേ കാണും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വണ്ടി പോകുന്ന വഴി കുറേ എണ്ണം കാണും. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ റേറ്റൊക്കെ നോക്കിയിരുന്നു കേട്ടോ. ആക്ച്വലി ഇതിനൊരു 3 crore അടുത്ത് റേറ്റ് വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നൈസായിട്ടൊരു വലിയൊരു ബ്ലോക്കിൽ പെട്ടായിരുന്നു കേട്ടോ. ആ ബ്ലോക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു ബ്ലോക്കായിരുന്നു. തോമ്പോർ മൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്ഥലമാണ്. അത്യാവശ്യം കാട് ഏരിയ ആണ് കേട്ടോ. നല്ല കാടാണ്. ആ കാട്ടിൻ്റെ സെൻറ്ററിൽ ഒരു ഹില്ല് പോലത്തെ ഒരു സ്ഥലമാണ്. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം വരുമ്പോഴേക്കും നമ്മൾ പാളയം ടോൾ പ്ലാസ എത്തുന്ന മുന്നേ വലിയൊരു ബ്ലോക്ക് വീണ്ടും വന്നായിരുന്നു. അപ്പം നമ്മൾ നേരെ ചെറുതായിട്ടൊരു വഴി തെറ്റിയായിരുന്നു. എങ്ങനെയാ വെച്ച് നമ്മൾ ആക്ച്വലി ഒരു ഓവർ ബ്രിഡ്ജിൻ്റെ താഴെ കൂടെ ആയിരുന്നു പോകേണ്ടത്. ഞാൻ അറിയാതെ മേലക്കൂടെ കയറിയത് തന്നെ പെട്ടുപോയി. കാരണം ഓൾമോസ്റ്റ് അവിടെ നിന്ന് ഒരു ലെഫ്റ്റ് ടേൺ കിട്ടാനായിട്ട് കുറേ ദൂരം ഞാൻ പോയായിരുന്നു. എന്നിട്ട് ഞാൻ ഏതോ ഒരു വഴി പിടിച്ച് ഷോർട്ട് കട്ടാണെന്ന് പിടിച്ചിട്ട് അങ്ങനെ അതിനകത്ത് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ ആ ഒരു വഴി എത്തിക്കഴിഞ്ഞു. യെസ്, ദ ഹൊറർ വഴി. യെസ്, നല്ല ഫീഡിണ്ട് ഇതിൽ കൂടെ പോകാൻ. ആക്ച്വലി ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് കുറച്ച് മാസ്ക് ഇട്ടിട്ട് കുറേ പേര് നമ്മുടെ റോഡിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് കത്തിയൊക്കെ കാണിച്ചിട്ട് ആ ഒരു പരിപാടിയൊക്കെ ഉണ്ടാവുമെന്ന് നല്ലൊരു പേടിയുണ്ടായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു വഴിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നല്ല പേടിയുണ്ട്. എന്തുകൊണ്ടാണ് വെച്ചാൽ പേടി എന്ന് പറഞ്ഞാൽ പ്രേതമൊന്നും അല്ല കേട്ടോ. വഴി തന്നെ ആക്ച്വലി നല്ല ബാഡാണ്. കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ കടകളും ഒരു വണ്ടികളോ അതേപോലെ തന്നെ ഒരു തരത്തിലും ഒരു വീഡിയോകൾ പോലും ഇല്ലാത്തൊരു വഴിയാണ് കേട്ടോ. കാരണം ഇൻ കേസ് എന്തെങ്കിലും ആണെങ്കിൽ പോലും നമുക്കൊന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഈവൻ നമ്മുടെ ഫോണിൽ റേഞ്ച് പോലും ഇല്ല. അത്രയ്ക്കും ഒരു ഹൊറർ വഴി. ആൻഡ് ഫൈനലി നമ്മൾ ആ KGF എന്നുള്ള ബോർഡ് കണ്ടപ്പോൾ ഏകദേശം ഇത്തിരി സമാധാനമായി നമുക്ക്. അപ്പം നമ്മൾ നേരെ ഇനി നമ്മൾ ടൗണിലോട്ട് ടച്ച് ചെയ്യാൻ പോകണം, KGF ടൗണിലോട്ട്. സോ ഫൈനലി വി റീച്ച്ഡ് ദ ഡെസ്റ്റിനേഷൻ. യെസ്, സോ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. എല്ലാവരും എണീപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ AR ലോഡ്ജിനാണ് നമുക്ക് റൂമെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുറത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ടൈം ഏകദേശം ഇപ്പോൾ ഒരു 4:30 ആവാനായി. സോ നമ്മൾ നേരെ പോകുന്നു, റെസ്റ്റ് എടുക്കുന്നു. നേരത്തെ വന്ന സെയിം സ്പോട്ടാട്ടോ, സെയിം റൂമാണ് ഇവിടെ. ഓക്കെ, ഞങ്ങളിത് ഇവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ റൂമിലോട്ട് പോകുന്നു, ഉറങ്ങുന്നു. നാളെ മോർണിംഗ് എണീച്ചിട്ട് അടുത്ത വീഡിയോൻ്റെ ബാക്കി, അടുത്ത നാളത്തെ വീഡിയോ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. സോ ഡോണ്ട് മിസ് ഇറ്റ്. ബൈ ബൈ, ചിയേഴ്സ്. ചെങ്കല്ല് വരെ ഗോൾഡ് ഉണ്ടെന്നാ പറയണത്. അതേപോലെ തന്നെ ടെക്നിക്കൽ എറേഴ്സ് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ പ്രോഗ്രാം നടന്നില്ല.